മഹാവ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോവുകയാണ്. അതായത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരിൽ കാലങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ദിവസമായിട്ടാണ് ഈ മഹാവ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച കാണപ്പെടുന്നത്. അതായത് ദേവഗുരുവായ വ്യാഴം തൻ്റെ രാശിസ്ഥാനം മാറ്റി പുതിയ ഗതിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ജ്യോതിഷ ശാസ്ത്രത്തിൽ അത്യന്തം പ്രാധാന്യമറിയിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. മാത്രമല്ല നവഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും അധികം ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും 27 നക്ഷത്രത്തിൽ നിന്ന് 8 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതിലൂടെ കോടീശ്വര യോഗം തെളിഞ്ഞു കാണപ്പെടുന്നത്. അതായത് അളവിൽ കവിഞ്ഞ ഒരു ധനവരവ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഉണ്ടാവുകയും ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളും അവസാനിക്കുകയും ചെയ്യുവാൻ പോകുന്ന ദിവസമാണ് 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരും ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തെ ഒന്ന് കരയ്ക്ക് എത്തിക്കുവാനായി എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചെറിയ ഒരു സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളെ ഈ ജൂൺ 2-ാം തീയതി മഹാവ്യാഴമാറ്റം ദിവസം തേടിയെത്തുവാൻ പോകുന്നത് കോടീശ്വര യോഗമാണ്. അപ്പോൾ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണെന്നും അന്നേ ദിവസം ഭാഗ്യത്തെ ആകർഷിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഈ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മഹാവ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ ജീവിതം തന്നെ വലിയ ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്ന 1-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കാണുന്ന സമയത്ത് പോലും ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്ക് മുൻപിൽ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ചില കാർത്തിക നക്ഷത്രക്കാർ ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായി നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഈ അധ്യായം കാണുന്ന സമയത്ത് കയ്യിൽ 1 രൂപ പോലും എടുക്കുവാനില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരുന്ന ദിവസമായിരിക്കും ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 1, 9, 18 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതുപോലെ തന്നെ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമാകും. ഒപ്പം തന്നെ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി കൂടുതലായി നിങ്ങൾക്ക് നല്ലത് വരുവാനായി ആരും സഹായിക്കുവാനില്ലാത്ത ദരിദ്രർക്ക് അന്നദാനം നടത്തുന്നതും വളരെ നല്ല കാര്യമായി കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്തതായി ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച അതായത് മഹാവ്യാഴമാറ്റ ദിവസം ലോട്ടറി സൗഭാഗ്യത്തിലൂടെ കോടീശ്വര യോഗം തെളിഞ്ഞു കാണുന്ന 2-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ആയില്യം നക്ഷത്രക്കാർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളവരാണ്.
എന്നാൽ പലപ്പോഴും ആ ദുഃഖം നിങ്ങൾ പുറമെ കാണിക്കാറില്ലെങ്കിലും സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ കഷ്ടത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലും ജീവിതത്തിലെ ചില പുരോഗതികളെ പറ്റിയും കുടുംബത്തിൻ്റെ ഉന്നമനത്തെ പറ്റിയും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ചില ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ലോട്ടറി സൗഭാഗ്യം തെളിയുന്നത്. അപ്പോൾ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഈ മഹാവ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ തന്നെ നാഗദേവതകളെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 1, 2, 7, 16 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഇനി കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനായി ഈ മഹാവ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ആയില്യം നക്ഷത്രക്കാർ പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതോടൊപ്പം തന്നെ അന്നേ ദിവസം നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമായി വയ്ക്കുകയും നിങ്ങളുടെ പുരയിടത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ വൃക്ഷത്തിന് മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ജലം സമർപ്പിക്കുകയും ചെയ്യുന്നതും നിങ്ങളിലേക്ക് വരേണ്ട ധനവരവിനെ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വഴിയാണ്. ഇനി മൂന്നാമതായി ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കോടീശ്വര യോഗം തന്നെ അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ പൂരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സമ്പന്നത കൊണ്ട് നിങ്ങളുടെ വീട് നിറയുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ഇപ്പോൾ വലിയ രീതിയിലുള്ള ചില കടക്കണിയിൽ പെട്ടു നിൽക്കുകയും ജീവിതത്തിലെ സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചില പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ എന്തൊക്കെയോ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും കരകയറുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും മറ്റൊരു സത്യമാണ്. എന്നാൽ എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ രാജയോഗം നിങ്ങളുടെ തലവര തന്നെ മാറ്റിമറിക്കും. അപ്പോൾ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 3, 12, 21 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഈ സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് കൂടുതലായി ആത്മവിശ്വാസം ഉണ്ടാവുകയും ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നതായി സ്വയം തോന്നുകയും ചെയ്തേക്കാം. ഇനി നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഈ മഹാഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടുവാനായി പൂരം നക്ഷത്രക്കാർ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ദേവീക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ്. മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ പൂരം നക്ഷത്രക്കാർ ധരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കാരണമാകും. ഇനി 4-മതായി മഹാവ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമായ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങ് മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഒരു പ്രശ്നങ്ങളും അത്ര കാഠിന്യമേറിയതായി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. അതായത് ഏറ്റവും വലിയ രീതിയിൽ നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്കാണ് ഈ മഹാവ്യാഴമാറ്റ ദിവസം
സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. എന്നാൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്നതിനുള്ള ശമ്പളം ലഭിച്ചാൽ പോലും അതുകൊണ്ട് നിങ്ങളുടെ ഒരാവശ്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പാടുകൾ ഒട്ടനവധി സഹിച്ചു വന്നിരുന്ന മകയിരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് മഹാഭാഗ്യകരമാണ്. അപ്പോൾ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന മഹാഭാഗ്യം കൊണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുവാനായി മകയിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, അന്നേ ദിവസം അതിരാവിലെ തന്നെ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നിൽ തെളിഞ്ഞിരിക്കുന്ന ഭാഗ്യത്തെ ഞാൻ പൂർണ്ണമായി എന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന് 3 തവണ പറയുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സിലെ പോസിറ്റിവിറ്റിയോട് കൂടെ തന്നെ 1 രൂപ നാണയമോ അല്ലെങ്കിൽ ഒരു 5 രൂപ നാണയമോ കാണിക്കയായി സമർപ്പിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാവുന്നതാണ്. ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ അധികരിക്കുകയും ഈ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഇനി ഈ മഹാവ്യാഴമാറ്റ ദിവസത്തിലെ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് മകയിരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 5, 14, 23 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നത്. ഇനി ഈ മഹാവ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമായ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന 5-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എന്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് പ്രതിസന്ധികളല്ലാതെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഏതൊക്കെയോ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ തലവര തെളിയുന്ന ദിവസമാണ് ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂൺ 2-ാം തീയതി എന്ന ദിവസം പിറക്കുന്നത് മുതൽ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന ചിന്ത അതിശക്തമായിരിക്കും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 24, 7, 33 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഒപ്പം തന്നെ വിശാഖം നക്ഷത്രക്കാർ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയും മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും. ഇനി 6-ാമതായി മഹാവ്യാഴമാറ്റം കൊണ്ടുവരുന്ന മഹാഭാഗ്യത്തിലൂടെ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാഭാഗ്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയവും കൂടിയായിരിക്കും ഈ മഹാവ്യാഴമാറ്റം സംഭവിക്കുന്ന സമയം എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ കണ്ണീർ കുടിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിലെ മറ്റുള്ള തടസ്സങ്ങൾ കൊണ്ടും എന്തെന്നില്ലാത്ത ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു അറുതി വന്നിരിക്കുകയാണ് എന്ന് തന്നെ വേണം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുവാൻ. മാത്രമല്ല ഈ ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകുവാൻ പോകുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്തോ ഒരു നല്ല കാര്യം ഉടനെ സംഭവിക്കുമെന്ന ശക്തമായ ചിന്ത തൊട്ട് മുൻപുള്ള സമയങ്ങളിലായി മനസ്സിൽ വരുവാൻ സാധ്യതയുണ്ട്.
ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 8, 17, 26 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഒപ്പം തന്നെ ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച തൃക്കേട്ട നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും നിങ്ങളിലെ ഭാഗ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഇനി അടുത്തതായി ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 7-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിച്ച അത്ര ദുരിതങ്ങൾ മറ്റൊരു വ്യക്തിയും അനുഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം ജീവിതത്തിൽ സാമ്പത്തിക തകർച്ച മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലെ പരാജയം നിറഞ്ഞ അവസ്ഥകളും കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷവും എന്നുവേണ്ട നിങ്ങൾക്ക് എപ്പോഴും കഷ്ടകാലങ്ങൾ മാത്രമാണ് കൂടുതലും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഇനി എന്നെങ്കിലും ഒരു നല്ല കാലം വരുമോ എന്ന സംശയത്തോടെ മാത്രം ചിന്തിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. എന്നാൽ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി വന്നു ചേരും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 4, 13, 22 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഇനി അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച വെള്ള നിറമുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളെ നിങ്ങളിൽ തന്നെ ഉറപ്പിക്കുവാൻ സഹായകമാകും. ഇനി ഈ മഹാവ്യാഴമാറ്റ ദിവസം ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 8-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ ഒരു വിധത്തിലും ഗതി പിടിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും സ്വയം ചിന്തിക്കുകയും ചില സമയങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ചില ചതയം നക്ഷത്രക്കാർ. മാത്രമല്ല പല പരാജയങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതിലൂടെ ഇപ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷ വരെ അസ്തമിച്ച രീതിയിലാണ് ചിലർ ഉള്ളത്. എന്നാൽ ചതയം നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികളുടെ ജീവിതത്തിലെ ഇല്ലായ്മയെ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ വരുന്ന ഒരു ഭാഗ്യയോഗമായിട്ടാണ് ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ മഹാവ്യാഴമാറ്റ ദിനത്തിൽ നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടുവാനായി ചതയം നക്ഷത്രക്കാർ അന്നേ ദിവസം രാവിലെ തന്നെ ശിവക്ഷേത്രം സന്ദർശിച്ച് മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യം ചതയം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് 7, 16, 25 എന്നിങ്ങനെയുള്ള സംഖ്യയിലൂടെയായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഏതോ ചതയം നക്ഷത്രക്കാരുടെ തലവര തെളിയുന്ന ദിവസമായിരിക്കും ഈ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്ന ദിവസമായിരിക്കും ഈ മഹാവ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.